എൻ്റെ കയ്യിൽ ഞാൻ ഈ കുഞ്ഞിനെ പോലെ പിടിച്ചേക്കുന്നത് ആരുടെയൊക്കെയോ കേസ് ഫയലുകളാട്ടോ. അപ്പോൾ രാവിലെ കോടതി പോകാനുള്ള ഒരുക്കാണ്. ഇതേ സ്നേഹ ആരോടോ പേരും സംസാരമാണേ. അപ്പോൾ അതേ അശ്വത വക്കീൽ രാവിലെ ബിസിയാണ്, പുള്ളിക്കാരി ഫുൾ ബിസിയാണ് എപ്പോൾ നോക്കിയാലും. അപ്പം ഞാൻ കോടതിയിൽ പോയി, അവളിന്ന് വന്നില്ല. അപ്പോൾ ഞാൻ ഉച്ചയായപ്പോൾ കോടതിയൊക്കെ കഴിഞ്ഞതേ നമ്മുടെ മനോജേട്ടനില്ലേ, മനോജേട്ടൻ ഹോട്ടലിൽ നടത്തുന്നത്, പുള്ളിക്കാരൻ്റെ മോൻ നിതിന് പുതിയൊരു കൂൾ ബാർ തുടങ്ങിയിട്ടുണ്ട് കോടതിപ്പടി തന്നെ. അപ്പോൾ അവൻ എന്നെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു ഉദ്ഘാടനത്തിന്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്തൊക്കെ പോയി കുറച്ച് നേരം അവളെ സംസാരിച്ച് അവൻ തന്ന കാപ്പിയൊക്കെ കുടിച്ചിരുന്നു. അപ്പോൾ അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, നിങ്ങളെല്ലാവരും വരണം കേട്ടോ, എൻ്റെ സുഹൃത്തിൻ്റെ കടയാണ്, നിങ്ങളെല്ലാവരും വന്ന് ചായയും ബർഗറൊക്കെ കഴിച്ചിട്ട് പോണേ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് ഞാൻ കാത് കൊടുത്തിറങ്ങി. നമ്മുടെ നാട്ടിൽ നല്ല വികസനമാണ് എന്തൊക്കെ പറഞ്ഞാലും. രാത്രി ആയപ്പോൾ ഞാൻ ക്യാരി ഫ്രഷിൽ പോയി, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അവിടെ പോയി കുറച്ച് റെയിലയിലൊക്കെ നടക്കുമ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴും വാങ്ങാറുള്ള നമ്മുടെ ബ്രൗണി വാങ്ങി. പിന്നെ ഞാൻ അത്തിപ്പഴം വാങ്ങിയിട്ട്, എനിക്ക് അത്തിപ്പഴമാണ് ഡ്രൈ ഫ്രൂട്ട്സിൽ ഞാൻ അവിടെ നിന്ന് എല്ലാ ദിവസവും വാങ്ങാറില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി. ക്യാരി ഫ്രഷിൽ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി ഞാൻ പോകും കേട്ടോ, ഒന്നും ഇല്ലേ പോലും എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി ഞാൻ പോകും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ബൈസേ പോയി, മുണ്ടയിലുള്ള എനിക്കൊരു ഷവർമ്മ വേണമായിരുന്നു. അവിടുത്തെ ഷവർമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മുടെ ഈ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ എൻ്റെ കാർ അവിടെ ഇരിക്കുന്നു. ഓക്കെ, ഓപ്പോസിറ്റ് തന്നെ ചിക്കിങ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ചിക്കിങ്ങും KFC ഒക്കെ വന്നത് എനിക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യമായിരുന്നേ.